ചേച്ചി നമസ്കാരം. വാഴ 2 പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഒരുപാട് വേറെ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഈ പറയുന്ന ആലിയായിട്ട് വന്നേക്കാണ്? അതായത് ഓണത്തിന് നിങ്ങൾ പറഞ്ഞ പോലെ മത്സരിക്കാൻ പോകുന്നത് ആരോടൊക്കെയാണെന്ന് അറിയാമോ? അറിയാം. അപ്പൊ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇപ്പം ചോദിച്ചല്ലോ, വലിയ സിനിമകളായിട്ട് മത്സരിക്കണതിനെ പറ്റി പറഞ്ഞല്ലോ. നമ്മളുടെ ഒരു സിനിമ നല്ലതാണെങ്കിൽ അതിൻ്റെ മേക്കിംഗ് നല്ലതാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പ്രേക്ഷകരെ സ്വീകരിക്കുന്നുള്ളൊരു ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ റിലീസ് ചെയ്യണത്. എന്താണ് ആ കഥാപാത്രം? ഇതിൽ ഞാൻ നായികയുടെ അമ്മയായിട്ട് തന്നെയാണ്. ഇതൊരു നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ്, കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ എന്ന് പറയാം. അതിൽ കോമഡി ഉണ്ട്, ത്രില്ലർ ഉണ്ട്, ഇത്തിരി സങ്കടമുണ്ട്, ഇമോഷണലായിട്ടുള്ള സീക്വൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു പ്രേക്ഷകന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഓണത്തിന് നടക്കുന്ന സിനിമയിലുണ്ടോ വേറെ? മീൻസ് ഓഗസ്റ്റ് 7 മാർത്താണ്ഡൻ സാറിൻ്റെ ഓട്ടംതുള്ളൽ റിലീസിൻ്റെ അതിലുണ്ട്. പിന്നെ വേറെ ഇനി ഓണത്തിനുള്ളിൽ ഓണം കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ത്രാള് ജയസൂര്യയുടെ ഇറങ്ങാനുണ്ട്. പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സിനിമ. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫാമിലി മൂവീസ് പ്രേക്ഷകർക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്. ഇതിൽ കോമഡി ഉണ്ട്, ത്രില്ലർ ഉണ്ട്, ഇമോഷണൽ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ഓണം. എൻ്റെ പേര് ലതാ ദാസ്. പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ജെസി മമ്മി എന്നുള്ള രീതിയിലാണ് അധികം പേർക്കും അറിയാം. വാഴ 2 അജിൻ്റെ സജിൻ്റെ ദുബായിൽ പോണ 2 മക്കളുടെ അമ്മയായിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു.